ഭക്ഷണത്തിന് വലിയ വില നൽകേണ്ടി വരുന്ന മൂന്നാറിൽ സഞ്ചാരികൾക്ക് ഒരു ആശ്രയമായിരുന്നു മൂന്നാർ KSRTC ഡിപ്പോയോട് ചേർന്നുള്ള പിങ്ക് കഫേ. കുടുംബശ്രീയാണ് ഇത് നടത്തിയിരുന്നത്. വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല, KSRTCയിലെ ജീവനക്കാർക്കും മൂന്നാർ സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കാൻ എത്തുന്നവർക്കും പിങ്ക് കഫേ ഒരു ആശ്രയമായിരുന്നു. പ്രതിമാസം 20,000 രൂപയായിരുന്ന വാടക KSRTC 25,000 വർദ്ധിപ്പിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. ഈ വാടക നൽകി ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ കുടുംബശ്രീ പ്രവർത്തകർ ഹോട്ടൽ പൂട്ടി. ഒരു ബസ്സിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന് കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം. പക്ഷെ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു 10-12 പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാടക അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഉപയോഗശൂന്യമായ ബസ്സിൽ അടുക്കളയും ഇരിപ്പിടങ്ങളും ഒരുക്കിയാണ് ഹോട്ടലാക്കി മാറ്റിയത്. குடிவெள்ளத்தின் லഭ്யതക്കുറവും பிங்கு கஃபே பூட்டுனதுன ஒரு காரணமான. தண்ணி பிரச்சனை என்னன்னு பாத்தீங்கன்னா அங்க கம்பெனில இருந்து நமக்கு தண்ணி கிடைக்கிறது இல்ல. KSRTCல தண்ணி இருந்தாலும் நம்ம பைப் கனெக்ஷன் எடுக்கிறப்போ அடிக்கடி பைப் கனெக்ஷனை யாராவது உடைச்சு விட்டுறாங்க. இல்ல டேங்கும் வச்சிருந்தோம், அந்த டேங்கையும் இடையில உடைச்சிடுறாங்க. அடிக்கடி இதை ரிப்பேர் பண்றதுக்கே நமக்கு ரொம்ப செலவு ஆகுது. തങ്ങളുടെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കുടുംബശ്രീ പ്രവർത്തകർ വകുപ്പ് മന്ത്രിയെയും KSRTC MDയെയും സമീപിച്ചിരുന്നു. നവകേരള സദസ്സിലും അപേക്ഷ നൽകി. പക്ഷേ ഇടപെടലുണ്ടായില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.